ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സോയാ ചങ്ക്സ് റോസ്റ്റ് ചെയ്തെടുത്തതിൻ്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു സോയാ ചങ്ക്സ് റോസ്റ്റാണിത്. ഇത് പ്രത്യേക തരത്തിൽ പ്രത്യേക ഇൻഗ്രീഡിയൻറ്റ് ചേർത്ത് തയ്യാറാക്കിയെടുത്ത ഒരു റോസ്റ്റാണ്. അപ്പോൾ ഇത് ഏത് തരം പലഹാരത്തിൻ്റെയും ബെസ്റ്റ് കോംബോയാണ്. പിന്നെ ചൂട് കുത്തിരി ചോറിനോടൊപ്പം അടിപൊളിയാണ് കേട്ടോ ഈ സോയാ ചങ്ക്സ് റോസ്റ്റ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. വീഡിയോ ഇഷ്ടമായി ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കട്ടെ. വരൂ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതിന് വേണ്ടി ഞാൻ തലേ ദിവസം ഒരു 200 ഗ്രാം സോയാ ചങ്ക്സ് ഒന്ന് വെള്ളത്തിൽ ഇട്ടിട്ട് കുതിർത്തെടുത്തിട്ടുണ്ടായിരുന്നു. ഇത് പിറ്റേന്ന് രാവിലെ ആയപ്പോൾ നന്നായിട്ട് സോയാ ചങ്ക്സ് നന്നായിട്ട് കുതിർന്ന് നല്ല സൈസായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്ക് 2-3 വെള്ളം ഇതുപോലെ തന്നെ ഒഴിച്ചിട്ട് നല്ലോണം ഞെരടി പിഴിഞ്ഞെടുക്കണമേ. അവസാനം ഒരു വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് പിഴിഞ്ഞും കൂടി എടുക്കണം. അപ്പോൾ നമുക്ക് നന്നായിട്ട് ഇത് കഴുകി പിഴിഞ്ഞെടുത്തിട്ട് വരാം. അപ്പോൾ ഇതാ നന്നായിട്ട് കഴുകി പിഴിഞ്ഞെടുത്തിട്ട് അത് ഓരോന്നും ഈ രണ്ട് ഇതായിട്ട് മുറിച്ചും കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ചേർക്കാൻ വേണ്ടിയുള്ള ഇൻഗ്രീഡിയൻറ്റ് ഒരു 3 സവാള അരിഞ്ഞതും, പിന്നെ 2 മീഡിയം സൈസ് ടൊമാറ്റോ, 2 പച്ചമുളക്, കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി, പിന്നെ 2 തണ്ട് കറിവേപ്പില. ഇനി ഒരു ചട്ടി അടുപ്പത്ത് വയ്ക്കാം. ചട്ടി നന്നായിട്ട് ചൂടാകുമ്പോൾ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മുഴുവൻ മല്ലി ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് ഒരു 8-10 വറ്റൽമുളകും കൂടി ഇട്ട് കൊടുക്കണം. അപ്പോൾ ഈ സോയാ ചങ്ക്സ് നമ്മൾ റോസ്റ്റ് ചെയ്തെടുക്കുന്നത് ഇതുപോലെ മുഴുവൻ മുളക് മല്ലിയും വറുത്തിട്ടാണ് കേട്ടോ. ഇത് പൊടി ഇട്ട് നമ്മൾ തയ്യാറാക്കിയെടുത്താൽ അത്ര ടേസ്റ്റ് കാണില്ല. ഇത് ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. ഈ മുളക് മല്ലി വറുത്തിട്ട് പൊടിച്ച് അതിൽ കൂടി ചേർത്ത് തയ്യാറാക്കിയെടുക്കുമ്പോൾ. അപ്പോൾ നമുക്ക് ഇതൊന്ന് ലോ ഫ്ലെയിമിൽ വെച്ച് ഇതൊന്ന് കരിയാതെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാവേ. അപ്പോൾ അതാ നമ്മുടെ മുളക് മല്ലി നന്നായിട്ട് കരിഞ്ഞു പോകാതെ തന്നെ നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്കിട്ട് ഒന്ന് തരിതരിപ്പോടെ ഒന്ന് പൊടിച്ചെടുക്കണമേ. അപ്പോൾ അതൊന്ന് നന്നായിട്ട് ഫൈനല്ലാതെ ഒരു തരിതരിപ്പോടെ ഞാൻ ഇത് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് അങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഇനി അതേ ചട്ടിയിൽ തന്നെ 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാനിട്ട് വറുത്തെടുക്കാൻ പോകുന്നത് കുറച്ച് തേങ്ങയാണ് കേട്ടോ. 2 പിടി തേങ്ങ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ചിരകിയ തേങ്ങയാണേ. അപ്പോൾ തേങ്ങയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ലോ ഫ്ലെയിമിൽ വെച്ച് ഇത് നന്നായിട്ടൊന്ന് കരിഞ്ഞു പോകാതെ ഒന്ന് വറുത്തെടുക്കണമേ. അപ്പോൾ നമുക്കിത് ലോ ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് ഇതൊന്ന് വറുത്തെടുക്കാം. അപ്പം ഞാൻ പറഞ്ഞില്ലേ നേരത്തെ പ്രത്യേക തരത്തിൽ ഞാൻ പ്രത്യേക രുചിക്കൂട്ടി തയ്യാറാക്കിയെടുത്ത ഒരു സോയാബീൻ റോസ്റ്റാണെന്ന്. അപ്പോൾ നമുക്ക് തേങ്ങ നന്നായിട്ട് കരിഞ്ഞു പോകാതെ തന്നെ വറുത്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ആ ചട്ടിയിൽ വെച്ചിരിക്കാതെ തന്നെ പെട്ടെന്ന് തന്നെ മാറ്റി കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ ആ ചൂട് കൊണ്ട് അടിഭാഗം കരിഞ്ഞു പോകും. അപ്പോൾ നമുക്കൊരു പാത്രത്തിലേക്ക് ഇതൊന്ന് മാറ്റി കൊടുക്കാവേ. അപ്പോൾ അതാ വറുത്ത തേങ്ങ മൊത്തവും ഞാൻ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി അതേ ചട്ടിയിൽ തന്നെ നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതാ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് ചൂടാവട്ടെ. ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കാം. അപ്പോൾ ഇതിലേക്ക് കടുകിട്ട് പൊട്ടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അരിഞ്ഞ് വെച്ചിരിക്കുന്ന പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതിൻ്റെ പച്ചമണമൊന്ന് മാറിക്കിട്ടണം. അതുവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ചെറുതായിട്ടൊന്ന് കളറും മാറിക്കിട്ടണം കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായിട്ടൊന്ന് ആ പച്ചമണമൊക്കെ ഒന്ന് മാറിയിട്ട് കളറൊക്കെ ഒന്ന് വ്യത്യാസം വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ടൊമാറ്റോയും സവാളയും ഇട്ട് കൊടുക്കാം. അപ്പോൾ അത് സവാളയൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ട് കൊടുക്കുന്നത് പെട്ടെന്ന് ഉള്ളി വഴന്ന് കിട്ടാനാണ്. ഒരു 3/4 ടീസ്പൂൺ ഉപ്പ് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ആദ്യം ഒന്ന് ഇളക്കി കൊടുത്തത് അടിയിൽ പിടിക്കാതിരിക്കാനാണ്. അപ്പോൾ ഒരു 3/4 ടീസ്പൂൺ ഉപ്പ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം.
ലോ ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി നല്ല ഉള്ളിയും ടൊമാറ്റോയൊക്കെ നന്നായിട്ട് വഴന്ന് കിട്ടണം. അപ്പോൾ ഇതാ നമ്മുടെ ഉള്ളിയും ടൊമാറ്റോയൊക്കെ നന്നായിട്ട് വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് കഴുകി പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന സോയാബീൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ആദ്യം ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. മുമ്പേ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി കിട്ടാനാണ്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നന്നായിട്ട് ഇളക്കി മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേവുന്നതിന് ആവശ്യത്തിനുള്ള കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരു 1/4 ഗ്ലാസ് വെള്ളം നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാവേ. അപ്പോൾ അത് നന്നായിട്ട് ഇളക്കി ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഒഴിച്ച വെള്ളം വറ്റുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം. അടച്ച് വെച്ച് കൊടുക്കാം ആദ്യം. ഒന്ന് തട്ടിപ്പൊത്തി വെച്ച് കൊടുത്തിട്ട് ഒന്ന് അടച്ച് വെച്ച് നമുക്കിത് വേവിച്ചെടുക്കാം. അപ്പോൾ അത് 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ സോയാബീൻ നന്നായിട്ട് ഒന്ന് തിളച്ച് ചെറുതായിട്ടൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. കുറച്ച് വെള്ളമൊക്കെ വറ്റിയിട്ടുമുണ്ട്. ഇനി നമുക്കൊന്നും കൂടി ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ വറുത്ത് പൊടിച്ച് വെച്ചിരിക്കുന്ന മല്ലിമുളകും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. എന്നിട്ട് നമുക്ക് മിക്സിയുടെ ജാറ് കഴുകിയ ഒരു 1/4 ഗ്ലാസ് വെള്ളവും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് മിക്സിയുടെ വെള്ളം കഴുകിയിട്ട് അതിൻ്റെ 1/4 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി അടച്ച് വെച്ച് വീണ്ടും 2 മിനിറ്റ് നമുക്ക് വേവിച്ചെടുക്കാം. ആ വെള്ളവും കൂടി നന്നായിട്ടൊന്ന് വറ്റി കിട്ടണം. അപ്പോൾ ഇതാ 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് അടപ്പ് തുറക്കാം. അപ്പോൾ ഇതാ നമ്മുടെ സോയാ ചങ്ക്സ് നോക്കി നന്നായിട്ട് വറ്റി വെന്തൊക്കെ വന്നിട്ടുണ്ട്. അടിഭാഗത്തൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു 2 വറ്റൽമുളക് പൊട്ടിച്ചിട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ സോയാബീൻ റോസ്റ്റ് നല്ല പാകത്തിന് ആയി കിട്ടിയിട്ടുണ്ട്. വെള്ളമൊക്കെ വറ്റിയിട്ട് നല്ല പുരണ്ട പരുവത്തിന് കിട്ടിയിട്ടുണ്ട്. ഈ സമയം നമുക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നത് നല്ല ടേസ്റ്റാണ് കേട്ടോ. ഈ പച്ച വെളിച്ചെണ്ണ ലാസ്റ്റായിട്ട് ഒഴിച്ചു കൊടുക്കുമ്പോൾ അവസാനമായിട്ടാണ് നമ്മൾ പെരിഞ്ജീരകവും ഗരം മസാലയും ചേർക്കുന്നത് കേട്ടോ. ഇതിന് മുമ്പ് നമ്മൾ പെരിഞ്ജീരകപ്പൊടിയും ഗരം മസാലയും ചേർത്തിട്ടില്ലായിരുന്നു. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചതും പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് രണ്ടും കൂടി ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതിൻ്റെ ആ പച്ചമണമൊക്കെ ഇത് മാറി കിട്ടട്ടെ. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സാക്കി എടുക്കാം. ഇനി ലാസ്റ്റായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നല്ല രുചി കൂട്ടാൻ വേണ്ടിയുള്ള ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ആണ് കേട്ടോ. നമ്മൾ തേങ്ങ വറുത്ത് വെച്ചില്ലേ, അത് ആണ് ലാസ്റ്റായിട്ട് ഇട്ട് കൊടുക്കുന്നത്. അത് ഞാൻ പൊടിച്ചെടുത്തൊന്നും എടുത്തിട്ടില്ല, പൊടിക്കാതെയാണ് ഇട്ട് കൊടുക്കുന്നത്. പൊടിച്ചെടുക്കുമ്പോൾ അതൊരു ടേസ്റ്റ് കാണില്ല കേട്ടോ. ഇത് പൊടിക്കാതെ തന്നെ ഇട്ട് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇത് കൂടെ ഇട്ട് കൊടുത്ത് നമ്മൾ ഇളക്കുമ്പോൾ പ്രത്യേക ഒരു മണവും ടേസ്റ്റുമാണ് കേട്ടോ. നമ്മൾ ഇത് കഴിക്കുമ്പോൾ നമുക്ക് തേങ്ങയും കൂടി കഴിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഒരു പ്രത്യേക രുചിയാണ് ഇതിന്, ഈ റോസ്റ്റിന്. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ ഇതാ നമ്മുടെ സോയാ ചങ്ക്സ് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു സോയാ ചങ്ക്സ് റോസ്റ്റാണ്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ നോക്കിയേ, നമ്മുടെ സോയാ ചങ്ക്സ് റോസ്റ്റ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള സോയാ ചങ്ക്സ് റോസ്റ്റാണ് കേട്ടോ. അപ്പോൾ സോയാ ചങ്ക്സിൻ്റെ പ്രത്യേകതയൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. വളരെ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ളൊരു ഐറ്റമാണ് ഈ സോയാ ചങ്ക്സ്. അപ്പോൾ കുട്ടികൾക്കൊക്കെ കൊടുക്കുന്നത് നല്ലതാണ്. ഇതുപോലെയൊക്കെ തയ്യാറാക്കി കൊടുത്താൽ മക്കളൊക്കെ നന്നായിട്ട് കഴിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള സോയാ ചങ്ക്സ് റോസ്റ്റ് നമുക്കൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം.
ഇത് ചൂട് അരിപ്പുട്ട്, ഗോതമ്പ് പുട്ട്, പാലപ്പം, ചപ്പാത്തിയുടെയൊക്കെ കഴിക്കാൻ പറ്റിയ അടിപൊളിയായിട്ടുള്ളൊരു റോസ്റ്റാണേ. പിന്നെ നല്ല കുത്തരി ചൂട് ചോറിനോടൊപ്പം കഴിക്കാൻ പറ്റിയ അടിപൊളിയായിട്ടുള്ളൊരു റോസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു റോസ്റ്റാണ്. അപ്പോൾ നമ്മുടെ സോയാബീൻ റോസ്റ്റ് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇത് ചൂടോടുകൂടി ഏത് ഐറ്റത്തിൻ്റെയും കഴിക്കാൻ ബെസ്റ്റ് കോംബോ ആണ് കേട്ടോ. ഇത് നമ്മുടെ കൊച്ചുമക്കൾക്കൊക്കെ ആഹാരത്തിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ് കേട്ടോ. പ്രോട്ടീൻ റിച്ച് ആണ്. കൊച്ചുമക്കൾക്കെന്നല്ല, വലിയവർക്കായിരുന്നാലും ഇത് ആഹാരത്തിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ്. അപ്പോൾ അവസാനമായിട്ട് നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള സോയാബീൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുതേ. പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരും കണ്ടിട്ട് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുമുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. തൊട്ടടുത്ത ബെൽ ബട്ടനും കൂടി ഒന്ന് പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൂടി എനേബിൾ ചെയ്താൽ ഞാൻ ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ട് നിങ്ങൾക്ക് എത്തും. അപ്പോൾ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ. വ്യൂസൊക്കെ വളരെ കുറവാണ്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതുപോലുള്ള നല്ല വീഡിയോസുമായി വീണ്ടും വരുന്നതാണ്. അതുവരേക്കും എല്ലാവർക്കും താങ്ക്